സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 17-ാമത്തെ അധ്യായം. പരീക്ഷിത് ധർമ്മസംവാദം. കലിനിഗ്രഹം. സൂത ഉവാച തത്ര ഗോമിഥുനം രാജാ ഹന്യമാനമനാദവത് ദണ്ഡഹസ്തം ച വൃഷണം തദുഷേതബലാഞ്ജനം. സൂതൻ പറഞ്ഞു, പരീക്ഷിത്ത് മഹാരാജാവ് അവിടെ അനാഥരെ പോലെ ഹനിക്കപ്പെടുന്ന ഒരു കാളയെയും ഒരു പശുവിനെയും രാജചിഹ്നങ്ങളുള്ള ഒരു ശൂദ്രനെയും കണ്ടു. വൃഷം മൃണാളധവളം മേഹന്തമിവ ബിഭ്യതം വേപമാനം പതീകേന സീതന്തം ശൂദ്രതാഡിതം. ആ കാള താമരവലയം പോലെ വെളുത്ത നിറമുള്ളതും മലമൂത്രങ്ങളെ വിസർജിക്കത്തക്ക വിധം ഭയപ്പെട്ടിരിക്കുന്നതും ഒരു പാദം കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുന്നതും ശൂദ്രനാൽ അടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആയിരുന്നു. ഗാംജധർമ്മതുഗാം ദീനാം വൃഷം ശൂദ്രപതാഹതാം വിവത്സാം സാശ്രുവദനാം ക്ഷാമാം യവസമിച്ഛതിം. യാഗത്തിന് വേണ്ടുന്നതായ പാൽ, ആജ്യം മുതലായ ഹവിസിനെ കറക്കുന്നതും വളരെ ദുഃഖിച്ചിരിക്കുന്നതും ശൂദ്രന്റെ കാൽ കൊണ്ടുള്ള ചവിട്ടേറ്റ് വിഷമിച്ചു കൊണ്ടിരിക്കുന്നതും കുട്ടിയോട് കൂടാത്തതും വിശന്നിട്ട് പുല്ല് തിന്നണമെന്ന് ആഗ്രഹിക്കുന്നതും കണ്ണീരൊഴുക്കുന്ന മുഖത്തോടു കൂടിയതുമായ പശുവിനെയും കണ്ടു. അപ്രച്ചരതമാരൂഢാകാർത്തസ്വരപരിച്ഛദം മേഘഗംഭീരയാവാച സമാരോപിതകാർമുക. സ്വർണം കൊണ്ട് അലങ്കരിച്ച രഥത്തിൽ കയറിയിരിക്കുന്നവനും പൊലിച്ച വില്ലോടുകൂടിയവനുമായ രാജാവ് മേഘഗർജനം പോലെയുള്ള ശബ്ദത്തിൽ ഇങ്ങനെ ചോദിച്ചു. കസ്തും മച്ചരണേ ലോകേ ബലാദും സ്യബലാൻ ബലി നരദേവോസി വേഷേണ നടവത് കർമ്മണാദ്വിജ. ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ബലഹീനരെ നീ ബലാത്കാരമായിട്ട് ഹിംസിക്കുന്നു. ഒരു നടനെ പോലെ വേഷം കൊണ്ട് രാജാവും പ്രവൃത്തി കൊണ്ട് ശൂദ്രനുമായിരിക്കുന്ന നീ ആരാണ്? യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം സഹഗാണ്ഡീവധന്വന ശോചോശോജാൻ രഹസി പ്രഹരൻ വദമർഹസി. ഗാണ്ഡീവധാരിയായ അർജുനനോട് കൂടിയ ശ്രീകൃഷ്ണൻ ഈ ലോകം വിട്ടുപോയ അവസരത്തിൽ നിരപരാധികളെ രഹസ്യമായി ഹിംസിക്കുന്ന നീ കുറ്റവാളിയായതിനാൽ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. ത്വംവാമൃണാളധവളപാദേ ന്യൂനപദാചരൻ വൃഷരൂപേണ കിം കശ്ചേ ദേവോ നഹ പരികേതയൻ. ഏ വിഷവ, നീ ആരാണ്? 3 പാദങ്ങളും നശിച്ച് ഒറ്റക്കാലിൽ നടക്കുന്ന താമരത്തണ്ട് പോലെ വെണ്മയാർന്നവനും വ്യസനിച്ചു കൊണ്ടിരിക്കുന്നവനുമായി നീ വിഷരൂപം ധരിച്ച് ലോകത്തിൽ നടക്കുന്ന അധർമ്മത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാനെത്തിയ ഏതെങ്കിലും ദേവനാണോ? നജാതൂപൗരവേന്ദ്രാണാം ദോർദണ്ഡ പരിരംഭിതേ ഭൂതലേനു വദന്ത്യസ്മിൻ വിനാദേ പ്രാണിനാം സ്വജ. പൂർവംശ രാജശ്രേഷ്ഠന്മാരുടെ ബലമേറിയ കൈകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഈ ഭൂമണ്ഡലത്തിൽ നീ ഒരുവൻ മാത്രമാണ് കണ്ണീരൊഴുക്കുന്നതായി കണ്ടത്. മറ്റൊരുത്തരുടെ കണ്ണീരും ഇവിടെ വീഴുന്നില്ല. നിനക്ക് മാത്രം ഈ ദുഃഖം വന്നതോർത്ത് ഞാൻ ഖേദിക്കുന്നു. മാ സൗരഭേയാനു ശുചോ വേദുദേ വിഷളാദ്ഭയം മാ രോധീരംഭഭദ്രം ദേ കലാനാം മഹിഷാസ്തരി. ഹേ കാമധേനുവിൻ്റെ സന്താനമേ, നീ വസനിക്കേണ്ട. ഈ ശൂദ്രനിൽ നിന്ന് നിനക്കുണ്ടാകുന്ന ഭയം തീർത്തു തരാം. ഹേ ജനനി, കരയണ്ട. കരന്മാരെ ശിക്ഷിക്കുന്ന ഞാനുള്ളപ്പോൾ നിനക്ക് മംഗളം ഭവിക്കട്ടെ. യസ്യ രാഷ്ട്രേ പ്രജാ സർവാസ്ത്രസ്യന്തി സാധ്യ സാധുവേ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായോർഭഗോ ഗതിഹി. ഏ സാധി, ഏതൊരു രാജാവിൻ്റെ രാജ്യത്ത് എല്ലാ പ്രജകളും ദുഷ്ടന്മാർ നിമിത്തം ഭയപ്പെടുന്നുവെങ്കിൽ മതിച്ചിരിക്കുന്ന ആ രാജാവിൻ്റെ കീർത്തിയും ഭാഗ്യവും ആയുസ്സും മോക്ഷപ്രാപ്തിയും നശിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ദുഃഖം മാറ്റി സംരക്ഷിക്കേണ്ടത് രാജാവായ എൻ്റെ കടമയാണ്. ഏഷരാജ്ഞാം പരോ ധർമ്മോ ഹ്യാർത്താനാമാർത്തി നിഗ്രഹ അതയേനം വദിഷ്യാമി ഭൂതദ്രുഹമസത്തമം. ഏതൊരു കാരണം കൊണ്ട് പ്രജകൾ ദുഃഖിക്കുന്നുവോ ആർത്തന്മാരുടെ ആർത്തി തീർക്കേണ്ടത് രാജാക്കന്മാരുടെ പരമധർമ്മമാണ്. അതുകൊണ്ട് പ്രാണികളെ ദ്രോഹിക്കുന്ന അത്യന്ത ദുഷ്ടനായ ഇവനെ ഞാൻ വധിക്കുവാൻ പോകുന്നു.
കോ പൃച്ഛസ്തപപാദാം സ്ത്രീൻ സൗരഭേയ ചതുഷ്പദ മാം ഭുവം സ്വാദുശ രാഷ്ട്രേ രാജ്ഞാം കൃഷ്ണാനുവർത്തിനാം. ഈ സുരഭീപുത്ര, നിന്റെ 3 കാലുകളെ ആരാണ് ഛേദിച്ചത്? ഇപ്പോൾ ഏകപാദം മാത്രമായി നീ സഞ്ചരിക്കുന്നുവല്ലോ. ശ്രീകൃഷ്ണന്റെ ധർമ്മോപദേശങ്ങൾ അനുവർത്തിച്ച് രാജ്യപാലനം നടത്തുന്ന ഞങ്ങളുടെ രാജ്യത്തിൽ നിങ്ങളെപ്പോലുള്ള ദുഃഖിതന്മാർ ഉണ്ടാകാൻ പാടില്ല. ആഖ്യാഹി വൃഷഭദ്രം വാ സാധൂനാം അകൃതാഗസാം ആത്മവൈരൂപ്യകർത്താരം പാർത്ഥാനാം കീർത്തിദൂഷണം. ഹേ വൃഷ, യാതൊരു അപരാധവും ചെയ്യാത്തവരും സാധുക്കളുമായ നിങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകണം. നിങ്ങളുടെ അംഗങ്ങളെ മുറിച്ചവനോ പാർത്തന്മാരുടെ കീർത്തിക്ക് ഭംഗം വരുത്തിയ നീ ആരെന്ന് വേഗം എന്നോട് പറയുക. ജ്ഞാനേനാഗസ്യകം യുഞ്ജൻ സർവദോസ്യജമൽഭയം സാധൂനാം ഭദ്രമേവ സ്യാദ് അസാധൂതമനേ കൃതേ. അപരാധമൊന്നും ചെയ്യാതിരിക്കുന്ന ജനത്തിന് ദുഃഖത്തെ ഉണ്ടാക്കുന്നവൻ ആരായാലും എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും അവൻ എന്നിൽ നിന്നും ഭയമുണ്ടാകും. ദുർജനങ്ങളെ ദണ്ഡിക്കുന്നവനെ ശിക്ഷിച്ചാൽ സജ്ജനങ്ങൾക്ക് മംഗളം ഭവിക്കും. അനാഗസ്യഭൂതേഷൂയ ആഗസ്കൃത് നിരങ്കുശ ആഹർത്താസ്മി ഭുജാം സാക്ഷാത് അമർത്യസ്യാഭിസാംഗതം. ഈ രാജ്യത്ത് അപരാധമൊന്നും ചെയ്യാത്ത പ്രാണികളെ ആരാണോ മടികൂടാതെ ഉപദ്രവിക്കുന്നത്, അവൻ ദേവനായിരുന്നാലും അവൻ്റെ ഭുജം തോൾവളയോടൊപ്പം ഞാൻ ഛേദിച്ച് കളയുന്നതാണ്. രാജ്ഞോ ഹി പരമോ ധർമ്മ സ്വധർമ്മസ്ഥാനുപാലനം ശാശ്വതോന്യാൻ യഥാശാസ്ത്രം അനാപദ്യോൽപദാനിഹ. ആപത്തില്ലാതിരിക്കുമ്പോൾ സ്വധർമ്മം തെറ്റി നടക്കുന്നവരെ ശാസിക്കേണ്ടതും ശാസ്ത്രമനുസരിച്ച് സ്വധർമ്മം രക്ഷിക്കേണ്ടതും നിശ്ചയമായും രാജാവിൻ്റെ പരമധർമ്മമാണ്. ധർമ്മ ഉവാച ഏതദ്വാ പാണ്ഡവേയാനാം യുക്തമാർത്താഭയം വജ യേഷാം ഗുണഗണേ കൃഷ്ണോ ദൗത്യാദ്യോ ഭഗവാൻ കൃത. ധർമ്മൻ പറഞ്ഞു, പാണ്ഡവന്മാരുടെ കുലത്തിൽ ജാതനായ അങ്ങ് ദുഃഖിക്കുന്നവർക്ക് അഭയം നൽകുന്ന വിധത്തിൽ ഈ പറഞ്ഞതെല്ലാം അവിടത്തേക്ക് യോജിച്ചത് തന്നെ. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ ഗുണഗണങ്ങൾ നിമിത്തമാണല്ലോ ദൂത് പറയുക, തേരോട്ടുക തുടങ്ങിയ കൃത്യങ്ങൾ പോലും ചെയ്തത്. നവയം ക്ലേശബീജാനി യദസ്യു പുരുഷർഷഭ പുരുഷം തം വിജാനീമോ വാക്യവേദ വിമോഹിതാഹ. ഹേ പുരുഷോത്തമ, വാക്യവേദങ്ങളാ ഭ്രമിക്കപ്പെട്ടവരായി ദുഃഖത്തിന് കാരണക്കാരനായിരിക്കുന്ന പുരുഷനെ ഞങ്ങൾ അറിയുന്നില്ല. കേചിത് വികൽപ്പവസനാഹുരാത്മാനമാത്മന ദേവമന്യേ പരേ കർമ്മ സ്വഭാവം അപരേ പ്രഭും. എല്ലാ വ്യത്യാസങ്ങളെയും നിരാകരിക്കുന്ന യോഗികൾ അവർക്ക് ഭേദഭാവന ഇല്ലാത്തതിനാൽ ഒരുവന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം അവൻ തന്നെ എന്ന് പറയുന്നു. വേറെ ചിലർ ഈശ്വരവാദികൾ ദുഃഖകാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് കാരണം ദൈവമാണെന്ന് പറയുന്നു. മൂന്നാമത്തെ കൂട്ടർ സുഖദുഃഖങ്ങൾക്ക് കാരണം കർമ്മമാണ് എന്ന് പറയുന്നു. ഇനി ഒരു കൂട്ടർ സുഖദുഃഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്ന് സമാധാനിക്കുന്നു. അപ്രതർക്യാത നിർദ്ദേശാത് ഇതികേഷവി നിശ്ചയ അത്രാനുരൂപം രാജർഷേ സ്വമനീഷയ. ഏ രാജർഷേ, യാതൊന്നിനും നിശ്ചയമില്ല. അങ്ങയുടെ ബുദ്ധി കൊണ്ട് യോജിച്ചത് ഏതാണെന്ന് തോന്നുന്നുവോ ആ കാരണത്തെ അങ്ങ് ഊഹിച്ച് തീർച്ചപ്പെടുത്തിക്കൊള്ളുക. പറയാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. സൂതൗവാച ഏവം ധർമ്മേ പ്രവദതി സ സമ്രാട് ദ്വിജസത്തമ സമാഹിതേന മനസ വിഖേദ പരിജഷ്ടതം. സൂതൻ പറഞ്ഞു, ഹേ ദ്വിജസത്തമ, ധർമ്മദേവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് ചക്രവർത്തി ഖേദമകന്ന് മനസമാധാനത്തോടെ ധർമ്മദേവനോട് മറുപടി പറഞ്ഞു. രാജോവാച ധർമ്മം പ്രവീശി ധർമ്മജ്ഞ ധർമ്മോസ്തി വൃഷരൂപദൃക് യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. രാജാവ് പറഞ്ഞു, ധർമ്മജ്ഞ, അധർമ്മം ചെയ്യുന്നവന് ഏത് സ്ഥാനം കിട്ടുമോ അത് അധർമ്മം പറയുന്നവനും കിട്ടും എന്നുള്ള ധർമ്മത്തെ അവിടുന്ന് പറയുന്നതിനാൽ ധർമ്മം അറിയുന്ന ധർമ്മദേവൻ തന്നെ വൃഷഭരൂപം ധരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. അധർമ്മം ചെയ്യുന്നവന് നരകമാണ് ഫലം. അധർമ്മം ചെയ്തയാളെ പറ്റി വിവരിക്കുന്നവനും അതേ ഫലം കിട്ടും എന്നാണ് ധർമ്മശാസ്ത്രം. അതുകൊണ്ട് ആരാണ് അധർമ്മം ചെയ്തത് എന്നുള്ള രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാത്തത് കൊണ്ട് കാളിയുടെ രൂപത്തിൽ നിൽക്കുന്നത് ധർമ്മദേവൻ തന്നെയാണ് എന്ന് പരീക്ഷിത രാജാവ് നിശ്ചയിക്കുകയാണ്. അഥവാ ദേവമായായ നൂനം ഗതിരഗോചര ചേതസോപജസാഭി ഭൂതാനാം വിധി നിശ്ചയ. അല്ലെങ്കിൽ ദേവമായയുടെ പ്രവൃത്തി സ്വഭാവം പ്രാണികൾക്ക് മനസ്സുകൊണ്ട് ഊഹിക്കാനോ വാക്കുകൊണ്ട് പറയാനോ സാധ്യമല്ല എന്നുള്ള സിദ്ധാന്ത രൂപമായ ധർമ്മമാണ് അങ്ങ് പറഞ്ഞതിൻ്റെ സാരം. തപശൗചം ദയാ സത്യം ഇതി പാദാകൃതേ കൃതാഹ
അധർമാം ശൈസ്ത്രയോ ഭഗ്ന സ്മയസംഗമതൈസ്തവ. ധർമ്മദേവനായി നിനക്ക് തപസ്, ശൗചം, ദയ, സത്യം എന്നീ 4 കാലുകൾ കഴിഞ്ഞ യുഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് കീർത്തി. എന്നാൽ ഇപ്പോൾ അതിൽ ആദ്യത്തെ 3 പാദങ്ങളും ഗർവം, സ്ത്രീസേവ, മതം എന്നീ അധർമ്മ പ്രവൃത്തികൾ കൊണ്ട് ഒടിക്കപ്പെട്ടിരിക്കുന്നു. ഇതാനും ധർമ്മപാദംസ്തേ സത്യം നിർവർത്തയേദ്യത തം ജിഗിക്ഷത്യധർമ്മോയം അനുദീനൈതിദഖലി. ഏ ധർമ്മദേവ, ഇപ്പോൾ നിനക്ക് അവശേഷിച്ച ഏകപാദം സത്യം മാത്രമാണ്. ഒരു കാൽ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നിന്റെ സ്വരൂപത്തെ നിനക്ക് നിർത്തേണ്ടതിൻ്റെ പ്രയാസം നീ അനുഭവിക്കുന്നു. എന്നാൽ അസത്യത്താൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന അധർമ്മമൂർത്തിയായ കലി അതും അപഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇയം ജപൂർഭഗവതാനാസിതോരുപരാസതി ശ്രീമൽബീസ്തത്പദന്യാസേ സർവതകൃത കൗതുക. ഗോരൂപിണിയായിരിക്കുന്ന ഈ ഭൂമിദേവിയുടെ മഹാഭാരത്തെ ഭഗവാൻ കൃഷ്ണൻ നശിപ്പിച്ചിരുന്നു. ആ ഭഗവാന്റെ കാലടികളുടെ അലങ്കാരം കൊണ്ട് ഇവളുടെ 4 ഭാഗവും ശോഭിച്ചിരുന്നു. ശോചത്തശ്രുകലാസാദി ദുർഭഗേ ഓജിതാതുന അബ്രഹ്മണ്യാ നൃപവ്യാജ ശൂദ്രാഭൂഷ്യന്തി മാമ്യതി. സാദിയായി ഇവളെ ഇപ്പോൾ ആ ശ്രീകൃഷ്ണൻ ഉപേക്ഷിച്ചു പോയതിനാൽ നിർഭാഗ്യവതിയായ തന്നെ ബ്രാഹ്മണ ഭക്തിയില്ലാത്തവരും രാജാക്കന്മാരെന്ന് നടിക്കുന്നവരുമായ ശൂദ്രന്മാർ ഭരിക്കുമെന്നോർത്ത് ദുഃഖിക്കുന്നു. ഇത് ധർമ്മം മഹിം ചൈവ സദയിത്വാ മഹാരഥ നിഷാദമാതേ ഗഡ്ഗം കലയേ ധർമ്മഹേതവേ. ഇപ്രകാരം മഹാരഥനായ പരീക്ഷിത് മഹാരാജാവ് ധർമ്മദേവനെയും ഭൂമിദേവിയെയും സാന്ത്വനിപ്പിച്ചിട്ട് അധർമ്മത്തിന് കാരണഭൂതനായ കലിയെ വധിക്കാനായി മൂർച്ചയുള്ള വാളെടുത്ത് സന്നദ്ധനായി. തം ജിഗാംസും അഭിപ്രേത്യ വിഹായ നിർബലാഞ്ജനം തൽപാദമൂലം ശിരസ സമഗാദ്ഭയവിഹ്വല. രാജാവ് തന്നെ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ കലി രാജവേഷം ഉപേക്ഷിച്ചു ഭയപരവശനായി രാജാവിന്റെ പാദത്തിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു. പതിതം പാദയോർ വീരാകൃപയാ ദീനവത്സല ശരണ്യോനാവധിച്ചോക്യ അഹജേധമ്മസന്നിവ. തന്റെ പാദങ്ങളിൽ വീണിരിക്കുന്ന കലിയെ കണ്ടിട്ട് ദീനവത്സലനും കീർത്തിമാനും ശരണം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കുന്നവനുമായ പരീക്ഷിത് മഹാരാജാവ് തൽക്കാലം വധിച്ചില്ല. മന്ദഹാസത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. രാജോവാച നദേ ഗുഡാകേശോദരാണാം ബന്ധാഞ്ജലിർവൈ ഭയമസ്തി കിഞ്ചിത് നവർത്തിതവ്യം ഭവതാ കഥഞ്ജന ക്ഷേത്രേ മദീയേ ത്വമധർമ്മബന്ധു. രാജാവ് പറഞ്ഞു, അർജുനന്റെ യശസ്സോടു കൂടിയ ഞങ്ങളുടെ നേരെ ബന്ധാഞ്ജലിയുമായി നിൽക്കുന്ന നിനക്ക് അല്പവും ഭയമുണ്ടാകേണ്ട. ഞങ്ങൾ നിശ്ചയമായി നിന്നെ ഹിംസിക്കുകയില്ല. എന്നാൽ അധർമ്മത്തിന്റെ ബന്ധുവായ നീ ഞങ്ങളുടെ രാജ്യത്ത് ഒരിക്കലും ഇരിക്കരുത്. ത്വാം വർത്തമാനം നരദേവദേഹശ്വനുപ്രവൃത്തോയം അധർമ്മഭൂഗ ലോഭോണ്ടൃതം ശൗര്യമനാര്യമംഹോ ജ്യേഷ്ഠാജമായ കലഹശ്ചദംബ. രാജാക്കന്മാരുടെ ശരീരത്തിൽ നീ വസിക്കുമ്പോൾ ലോഭം, അസത്യം, മോഷണം, മര്യാദയില്ലായ്മ, പാപകർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം, കാപട്യം, സുധർമ്മങ്ങൾ ചെയ്യാതിരിക്കൽ, അഭിവൃദ്ധികരമല്ലാത്ത വ്യാപാരം, ശണ്ഠ, ഗർവം എന്നീ അധർമ്മ സമൂഹം അവരെയും ബാധിക്കുന്നു. നവർത്തിതവ്യം തദധർമ്മബന്ധോ ധർമ്മേണ സത്യേന ജവർത്തിതവ്യേ ബ്രഹ്മാവർത്തേ യത്ര യജന്തി യജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞ. അതിനാൽ ഹേ അധർമ്മബന്ധു, ധർമ്മവും സത്യവും മാത്രം ഇരിക്കേണ്ട ബ്രഹ്മാവർത്ത ദേശത്ത് നീ ഇരിക്കരുത്. ഈ ദേശത്ത് യജ്ഞം ചെയ്യാൻ നന്നായി അറിയുന്ന വേദജ്ഞന്മാരായ ബ്രാഹ്മണർ യാഗങ്ങൾ ചെയ്ത് യജ്ഞത്തിന്റെ ഫലദാതാവായ യജ്ഞേശ്വരനെ നന്നായി പൂജിക്കുന്നുണ്ട്. സരസ്വതി, ദൃഷദ്വതി എന്ന 2 നദികൾക്കിടയിലുള്ള ദേശത്തെയാണ് ബ്രഹ്മാവർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മാവർത്ത ദേശത്ത് വെച്ച് നടത്തുന്ന യജ്ഞങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. യസ്മിൻ ഹരിർഭഗവാനിജ്യമാനായുജ്യമൂർത്തിർഹജതാംശം ധനോതി കാമാനമോഗാൻ സ്ഥിരജംഗമാനാം അന്തർബഹിർവായുരിവൈഷ ആത്മാ. യാഗസ്വരൂപനായ ഭഗവാൻ ശ്രീഹരിയെ ഈ ബ്രഹ്മാവർത്ത ദേശത്തുള്ളവർ യാഗങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിക്കുന്നവർക്ക് അവരുടെ സർവ്വ അഭിലാഷങ്ങളെയും സാധിച്ചു കൊടുക്കുകയും ക്ഷേമം നൽകുകയും ചെയ്യുന്നു. സ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം അകത്തും പുറത്തും പ്രാണവായു എന്ന പോലെ അവൻ ആത്മാവാകുന്നു. സോധൗവാച പരീക്ഷിദൈവമാദിഷ്ടസക്കലിർജാതവേബധു തമുദ്യദാസിമാഹേദം ദണ്ഡപാണിം വിബോധ്യതം. സൂതം പറഞ്ഞു, പരീക്ഷിത മഹാരാജാവ് ഇപ്രകാരം കൽപ്പിച്ചപ്പോൾ ആ കലി ലോകം നശിപ്പിക്കാൻ വാളുയർത്തി യമനെന്ന പോലെ നിൽക്കുന്ന രാജാവിനോട് വിറച്ചുകൊണ്ട് പറഞ്ഞു. കലിരൂവാച യത്ര ക്വചന വത്സ്യാമി സാർവഭൗമാതവാജ്ഞയാ ലക്ഷ്യേ തത്ര തത്രാവി ത്വമാത്തേഷു ശരാസനം.
കലി പറയാണ്, ഹേ സാർവഭൗമ, എല്ലാ ഭാഗത്തും വില്ലും അമ്പും ഏന്തി പ്രതികളെ രക്ഷിക്കാൻ നിൽക്കുന്ന അങ്ങയെ ഞാൻ കാണുന്നു. അങ്ങയുടെ രാജ്യത്ത് വസിക്കരുത് എന്നല്ലേ അങ്ങയുടെ കൽപ്പന. അപ്പോൾ ഞാൻ എവിടെയാണ് വസിക്കേണ്ടത് എന്ന് പറഞ്ഞാലും തന്മേ ധർമ്മഭൃതാം ശ്രേഷ്ഠസ്ഥാനം നിർദ്ദേശിട്ടുമർഹസി എത്രയേവ നിയതോ വത്സ്യ ആദിഷ്ടം സ്ഥേനുശാസനം. ധർമ്മം നടത്തുന്നതിൽ ശ്രേഷ്ഠനായ ചക്രവർത്തി, അങ്ങയുടെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് ഇളക്കം കൂടാതെ സ്ഥിരമായി ഏത് ദിക്കിൽ വസിക്കണം എന്ന് നിശ്ചയിച്ച് എനിക്ക് വസിക്കാനുള്ള സ്ഥാനം അങ്ങ് നിർദ്ദേശിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സൂത ഉവാച അഭ്യർത്ഥിതസ്തഥാ തസ്മൈ സ്ഥാനാനി കലയേതോ ദ്യൂതംബാനം ത്രിയസൂന എത്ര ധർമ്മശ്ച ദുർവിധ. സൂതൻ പറഞ്ഞു, ഇപ്രകാരം കലി പ്രാർത്ഥിച്ചപ്പോൾ പരീക്ഷിത രാജാവ് കലിക്ക് ഇരിക്കാനുള്ള സ്ഥാനങ്ങൾ പറഞ്ഞു കൊടുത്തു. ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ, പ്രാണിവധം എന്നീ 4 കലിക്ക് സ്ഥിരമായിട്ടിരിക്കാം. കലിയുടെ സ്വഭാവങ്ങളായ 4 കാര്യങ്ങളാണ് ഈ 4 ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് അസത്യം, അത് ചൂത് കളിക്കുന്നവരിൽ; മതം, അത് മദ്യപാനികളിൽ; അത്യാസക്തി, സ്ത്രീസേവ ചെയ്യുന്നവരിൽ; ക്രോധം, അത് നിരപരാധികളെ ഹിംസിക്കുന്നിടത്ത്. പുനശ്ചയാജമാനായ ജാതരൂപമതാത് പ്രഭു തതോ നൃതം മതം കാമം രജോ വൈരം ജപഞ്ചമം. ഈ 4 ഗുണങ്ങളുമുള്ള ഒരിടത്ത് വസിക്കാൻ പറ്റിയ ഒരു സ്ഥാനം നിശ്ചയിക്കണമെന്ന് കലി വീണ്ടും യാചിച്ചു. അപ്പോൾ പരീക്ഷിത രാജാവ് സ്വർണത്തെ കലിയുടെ 5ാമത്തെ വാസസ്ഥാനമായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. അതിൽ നിന്ന് അസത്യം, മതം, കാമം, രജോ ഗുണമായ ഹിംസ, സ്വർണത്തിൽ നിന്നുണ്ടാകുന്ന വൈരം എന്നിവ ഉള്ളിടത്ത് കലിബാധയുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇന്ന് ഭൂമിയിൽ എല്ലായിടത്തും കാണുന്ന അനീതികളും അധർമ്മ പ്രവൃത്തികളും ഈ പറഞ്ഞവയിൽ നിന്ന് തന്നെയാണല്ലോ ജനിക്കുന്നത്. അമൂനി പഞ്ചസ്ഥാനാനി ഹധർമ്മ പ്രഭവ കലി ഔത്തരേയേണ ദത്താനി നവസത്തന്യദേശകൃത്. അധർമ്മത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായ കലി ഉത്തരയുടെ പുത്രനായ പരീക്ഷിതനാൽ ദാനം ചെയ്യപ്പെട്ട 5 സ്ഥാനങ്ങളിൽ മഹാരാജാവിന്റെ കൽപ്പന പരിപാലിച്ചുകൊണ്ട് വധിച്ചു. അതേതാനിനേവേദ ബുഭുഷു പുരുഷ ക്വചിത് വിശേഷതോ ധർമ്മശീലോ രാജാലോകപതിർഗുരു. അതുകൊണ്ട് ഉത്കർഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ഒരു ദിക്കിലും ഒരിക്കലും കലിയുടെ അംശങ്ങളായ സർവ ആപത്തുകൾക്കും കാരണമാകുന്ന ഈ പറഞ്ഞ 5 ഉപേക്ഷിക്കണം. പ്രത്യേകിച്ച് ധർമ്മത്തെ പരിപാലിക്കാൻ ചുമതലയേറ്റിയിരിക്കുന്ന ലോകനാഥനും ധർമ്മിഷ്ഠനും ഗുരുവുമായ രാജാവ് ഇവയെ എല്ലാ വിധത്തിലും ഉപേക്ഷിക്കേണ്ടതാണ്. വിശസ്യ നഷ്ടാം ത്രീൻ പാദാൻ തപശൗചം ദയാമിതി പ്രതിസംതദാശാസ്യ മഹിം ച സമവർദ്ധയത്. അനന്തരം രാജാവ് ധർമ്മദേവനായ വിഷഭത്തിന്റെ നശിച്ചുപോയ തപസ്, ശൗചം, ദയ എന്നീ 3 കാലുകളെയും വീണ്ടും യോജിപ്പിച്ചു. തൻ്റെ രാജ്യത്ത് ഇവ പുനഃസ്ഥാപിച്ചു എന്നർത്ഥം. ഭൂമിദേവിയെയും നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. തയേഷ ഏതർഹ്യധ്യാസ്ത ആസനം പാർത്ഥിവോജിതം പിതാമഹേനോമന്യസ്തം രാജ്ഞാരണ്യം വിവിച്ഛത. ഇപ്പോൾ ആ പരീക്ഷിത മഹാരാജാവ് അദ്ദേഹത്തിന്റെ പിതാമഹനായ ധർമ്മപുത്രർ കാട്ടിലേക്ക് പോകാൻ സമയത്ത് സമർപ്പിക്കപ്പെട്ടതും രാജാക്കന്മാർക്ക് ഇരിക്കാൻ യോഗ്യവുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആസ്തേദ്വനാസരാജശ്രീ കൗരവേന്ദ്രശ്രീയോല്ലസൻ ഗജാഹ്വയേ മഹാഭാഗ ചക്രവർത്തി ബഹക്ഷവാഹ. കുരുവംശത്തിൽ ജനിച്ചവരിൽ അതിശ്രേഷ്ഠനും മഹാഭാഗ്യവാനും വളരെ കീർത്തി നേടിയവനും രാജ്യശ്രേഷ്ഠനും ചക്രവർത്തിയുമായ പരീക്ഷിത മഹാരാജാവ് ഇപ്പോൾ ഹസ്തിനാപുരിയിലിരുന്ന് രാജ്യത്തെ പരിപാലിക്കുന്നു. ഇത്തംബോധാനുഭാവോയം അഭിമന്യു സുതോ നൃപ യസ്യ ബാലയദക്ഷോണിം യൂയം സത്രായ ദീക്ഷിതാഃ. അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത മഹാരാജാവ് ഇങ്ങനെയൊക്കെ മഹാത്മ്യം നിറഞ്ഞവനാണ്. ഇപ്പോൾ അദ്ദേഹം ഭൂമിയെ ധർമ്മമനുസരിച്ച് പാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങൾ ദീർഘകാലം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ സത്രം നടത്താൻ ദീക്ഷയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ആ മഹാരാജാവിന്റെ രാജഭരണം കൊണ്ടാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ കലിനിഗ്രഹോ നാമ സപ്തദശോധ്യായഃ. 1ാമത്തെ സ്കന്ധത്തിലെ 17ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.